ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിനെ കുറിച്ചാണ്. പ്രൊമോട്ടർ ആരാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഫങ്ഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് പ്രൊമോട്ടറിൽ പറയുന്നത് പ്രൊമോട്ടർ ഗെറ്റ് മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ്, എക്സിക്യൂട്ടഡ് ആൻഡ് രജിസ്റ്റേർഡ് ആൻഡ് ഹീ ഡീൽസ് വിത്ത് മെർക്കൻറ്റൈൽ ബാങ്ക്സ്, ബ്രോക്കേഴ്സ് ആൻഡ് ലീഗൽ അഡ്വൈസേഴ്സ്. അപ്പോൾ മെമ്മോറണ്ടം പ്രൊമോട്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള മെമ്മോറണ്ടം, അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ അത് രജിസ്ട്രാർക്ക് മുന്നേ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ വരുന്നത്. അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് മെർക്കൻറ്റൈൽ ബാങ്കേഴ്സ് ആയിട്ടും ബ്രോക്കേഴ്സായിട്ടും അതേപോലെ തന്നെ ലീഗൽ അഡ്വൈസേഴ്സായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നത് മെയിൻ ആർട്ടിക്കിൾസായ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യാണ് ഫസ്റ്റ് ഡ്യൂട്ടി വരുന്നത്. സെക്കൻഡ് ഡ്യൂട്ടി പറയുന്നത് ഹീ ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് അക്കൗണ്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാനേജ്മെൻറ്റ് ടു ദ ഡയറക്ടേഴ്സ്. സെക്കൻഡ് ഡ്യൂട്ടീസിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഓർഗനൈസേഷനോ ഒരു മാനേജ്മെൻറ്റിലുള്ള ഡയറക്ടേഴ്സായിട്ട് ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയൊക്കെയാണ് പ്രൊമോട്ടേഴ്സിൻ്റെ സെക്കൻഡ് ഡ്യൂട്ടിയിൽ വരുന്നത്. അതായത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഡ്യൂട്ടിയിൽ വരുന്നത്. തേർഡ് ഡ്യൂട്ടിയിൽ പറയുന്നത് ഹീ ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ പ്രൊമോഷൻ ഓഫ് ദ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വർക്ക് ഏറ്റെടുക്കുമ്പോൾ അതിൽ നിന്ന് ആ പ്രൊമോട്ടേഴ്സ് സീക്രട്ട് പ്രോഫിറ്റ് ഒന്നും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല. അയാൾക്ക് അവരിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണോ അത് മാത്രമേ അയാൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സീക്രട്ട് പ്രോഫിറ്റ് ഒന്നും അവരിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അതാണ് തേർഡ് ഡ്യൂട്ടി. ഫോർത്ത് വൺ പറയുന്നത് ഹീ ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ട്രാൻസാക്ഷൻസ് എൻഡേഡ് ബൈ ഹിം ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ആസ് എ പ്രൊമോട്ടർ. ലാസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഡിസ്ക്ലോസ് ചെയ്യുക. അത് ഒരു പ്രൊമോട്ടർക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറിൻ്റെ ബിഹാഫായിട്ട് അയാൾക്ക് പകരമായിട്ട് ആരാണോ ആ കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ പ്രൊമോട്ടർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ ബിഹാഫായിട്ട് ആരാണോ ആക്ട് ചെയ്യുന്നത് അവർക്കും ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് 4 ഡ്യൂട്ടീസാണ് പ്രൊമോട്ടേഴ്സിന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ലയബിലിറ്റീസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദ prospectus issued in the contravention of the provision of section 26, every person including the promoter who is knowingly a part of the issue of such prospectus shall be punishable with the imprisonment for the term of may extend 3 years or shall which not be less than 50,000 rupees but may be extended or 3 lakh rupees with both. അതായത് ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ് പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ഈ പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും കോൺട്രാവെൻഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 26 പ്രകാരം അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. അതേപോലെ തന്നെ ഇതിന് ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 3 ഇയർ വരെ ജയിൽ ശിക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു 50,000 രൂപ വരെ പിഴ ഈടാക്കുകയോ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി 50,000 മുതൽ 3 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി അനുഭവിക്കാനുള്ള തെറ്റാണ് പ്രൊമോട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് എന്തെങ്കിലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോൺട്രാവെൻഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 26 പ്രകാരം അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അതിൽ നിന്ന് ഇംപ്രിസൺമെൻ്റ് ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ പിഴയോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും അനുഭവിക്കാനുള്ളതും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലയബിലിറ്റിയിൽ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ്, സർക്കുലേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻക്ലൂഡഡ് എനി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് അൺട്രൂ ഓർ മിസ്ലീഡിംഗ് ഇൻ ദ ഫോം ഓഫ് കോണ്ടസ്റ്റ് in which this is included, where any inclusion or omission of any matters like mislead, the promoter who authorized the issue of such prospectus shall be liable under section 447. ഇതിൽ
എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോഴോ സർക്കുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റിൽ അൺട്രൂ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കോണ്ടസ്റ്റ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 447 പ്രകാരം അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ കുറയാതെ അയാൾക്ക് 6 മാസത്തിൽ കുറയാതെയും 10 വർഷം നീളുന്നത് വരെയുള്ള ജയിൽ ശിക്ഷ കിട്ടാനുള്ള ചാൻസസ് ഇതിൻ്റെ അകത്തുണ്ട്. എന്നുണ്ടെങ്കിൽ എത്രയാണോ ഫൈനായിട്ട് അയാൾക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ 3 മടങ്ങ് തുക എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കാം അയാൾ അടയ്ക്കേണ്ടത് വരാം. പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ മിനിമം 3 ഇയറെങ്കിലും അയാൾക്ക് ജയിൽ ശിക്ഷ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും അൺട്രൂ ആയിട്ടുള്ളതോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കോണ്ടസ്റ്റ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 447 പ്രകാരം അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. ഇതിൽ നിന്ന് 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ എത്രയാണോ നമ്മുടെ പണിഷബിളായിട്ട് ലോസ് വന്നിട്ടുള്ള അതിൻ്റെ 3 മടങ്ങ് നമ്മൾ അല്ലെങ്കിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 വർഷം മിനിമം ഒരു 3 വർഷമെങ്കിലും ഇംപ്രിസൺമെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് തേർഡ് പോയിന്റിൽ പറയുന്നത് വേർ എ പേഴ്സൺ ഹാസ് സബ്സ്ക്രൈബ് ദ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ആക്ടിംഗ് ഓൺ എനി സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡഡ് ഓർ ഇൻക്ലൂഷൻ ഓർ ഒമിഷൻ ഓഫ് എനി മാറ്റേഴ്സ് ഇൻ ദ പ്രോസ്പെക്ടസ് വിച്ച് ഈസ് മിസ്ലീഡിംഗ് ആൻഡ് ഹാസ് സസ്റ്റെയിൻഡ് എനി ലോസസ് ഓർ ഡാമേജസ് ആസ് എ കോൺസിക്വൻറ്റ് thereof, the promoter shall be personally responsible without any limitation of the liability. ഇതിൻ്റെ അകത്ത് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ നമ്മുടെ ഒരു പ്രോസ്പെക്ടസൊക്കെ കണ്ടിട്ടാണ് അയാൾ നമ്മുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിചാരിക്കും. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഷൻ നടത്തിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആ പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ഒരു പേഴ്സൺ അവരുടെ ഷെയർസൊക്കെ ബൈ ചെയ്യുന്നത്. അങ്ങനെ ബൈ ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും ഡാമേജസോ ലോസസോ എന്തെങ്കിലും വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ റെസ്പോൺസിബിൾ ആരായിരിക്കും? പ്രൊമോട്ടർ ആയിരിക്കും അതിന് ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇത് സെക്ഷൻ 35 പ്രകാരമാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 35 പ്രകാരമാണെന്ന് പറഞ്ഞു. ഇത് എന്ത് പ്രകാരമാണ് കുറ്റം ചുമത്തുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡൻലി ഇൻഡ്യൂസിങ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് മണി, അതായത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് വഴി ഒരാളെ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റം ചുമത്തിയിട്ടായിരിക്കും അയാൾക്ക് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്യണമെന്ന് വയ്ക്കുക. ആ പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ഒരാൾ സബ്സ്ക്രൈബർ അത് സബ്സ്ക്രൈബ് ചെയ്തത്. അതിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും ലോസോ ഡാമേജസോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? പ്രൊമോട്ടറിനായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ നമ്മൾ ട്രിബ്യൂണലിൽ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ പ്രൊമോട്ടർ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുഴുവൻ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? പ്രൊമോട്ടറിനായിരിക്കും. അപ്പോൾ അതിന് മേലെ ഈ സെക്ഷൻ 300 പ്രകാരമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതിന് മേലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളി അതിന് ആൻസർ പറയേണ്ടത് ആരായിരിക്കും? പ്രൊമോട്ടർ ആയിരിക്കും അതിന് ഫുള്ളി ആൻസറബിൾ ആയിട്ടുള്ളത്. പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ നടത്തുന്ന സമയത്ത് പ്രൊമോട്ടർ എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ആൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുള്ളും ഉത്തരവാദിത്തം. അത് ലിക്വിഡേഷൻ്റെ സമയത്ത് അത് എക്സാമിൻ ചെയ്യും. ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? പ്രൊമോട്ടറിനായിരിക്കും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയിൽ ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ലിക്വിഡേഷൻ്റെ സമയത്താണ്. ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ്സോ കാര്യങ്ങളൊക്കെ പ്രൊമോട്ടർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനും ഫുൾ റെസ്പോൺസിബിൾ ആർക്കായിരിക്കും? പ്രൊമോട്ടറിനായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫുള്ള് ആൻസർ ചെയ്യേണ്ടത് ആരായിരിക്കും? പ്രൊമോട്ടറായിരിക്കും. നമ്മൾ ഈ ആൻസർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്
ട്രിബ്യൂണലിൻ്റെ അടുത്തായിരിക്കും. അതായത് ട്രിബ്യൂണൽ മീൻസ് നമ്മളിപ്പോൾ ഒരു കോർട്ട്, ഇപ്പോൾ കമ്പനീസിനാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു കോർട്ട് ഉണ്ടായിരിക്കും. ആ കോർട്ടിൻ്റെ കീഴിലായിരിക്കും ഈ പ്രൊമോട്ടർ അതിന് ആൻസറബിൾ പറയേണ്ടതും. അതേപോലെ എന്തെങ്കിലും പണിഷ്മെൻറ്റോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ടർക്കായിരിക്കും അത് കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾസോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം പ്രൊമോട്ടറിനായിരിക്കും. ഇത് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 447 പ്രകാരമായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾസോ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്തൊക്കെ ഇതിന് മെയിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? പ്രൊമോട്ടർ ആയിരിക്കും ഇതിന് മെയിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 447 ആണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി മേക്ക് ഓഫർ ആൻഡ് ആക്സെപ്റ്റ് മണീസ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 42. എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി അവരുടെ ബോൺസോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ ഒക്കെ പബ്ലിക്കിനെ വിൽക്കാനായിട്ട് തീരുമാനം. അപ്പോൾ പബ്ലിക്കിനെ അവർ ഇൻവൈറ്റ് ചെയ്യാണ്, അവരുടെ സെക്യൂരിറ്റീസും ഷെയർസൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർ പബ്ലിക് ഏതാണോ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിൽ തന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. അപ്പോൾ ഇൻ കേസ് ഓഫ് ആ സെക്ഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സോ മാനേജേഴ്സോ പ്രൊമോട്ടേഴ്സോ ഒക്കെ അതിന് ലയബിളാണ്. കാരണം എന്തെങ്കിലും പെനാൽറ്റീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവരായിരിക്കണം അത് പേ ചെയ്യേണ്ട ആൾക്കാർ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നടത്തിയ എമൗണ്ട് അല്ലെങ്കിൽ 2 കോടി രൂപ, ഇതിൻ്റെ അകത്ത് ഏതാണോ ഹയർ ആയിട്ടുള്ള ആ എമൗണ്ട് ആയിരിക്കണം ഇവർ പേ ചെയ്യേണ്ടതായിട്ട് വരാം. പണിഷ്മെൻറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇൻവിറ്റേഷൻ നടത്തിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ 2 കോടി രൂപ, ഇതിൻ്റെ അകത്ത് ഏതാണോ ഹയർ ആയിട്ട് വരാം ആ എമൗണ്ട് ആയിരിക്കണം നമ്മൾ ട്രിബ്യൂണലിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്പനി ഓഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ് പബ്ലിക്കിന് എന്തെങ്കിലും സെക്യൂരിറ്റീസോ ബോൺസോ ഒക്കെ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്ലീഡിങ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റീസോ ഒക്കെ വരാണ്, അവരുടെ തെറ്റായ തീരുമാനം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 കോടി രൂപ അല്ലെങ്കിൽ എത്രയാണോ ഇൻവിറ്റേഷൻ വെച്ച എമൗണ്ട് അല്ലെങ്കിൽ ഏതാണോ ഓഫർ ചെയ്ത എമൗണ്ട്, ഇതിനകത്ത് ഏതാണോ വിച്ചവർ ഈസ് ഹയർ അതായിരിക്കണം അവർ പേ ചെയ്യേണ്ടതായിട്ട് വരാം. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെയിലിയർ ടു മേക്ക് ഫുൾ ഡിസ്ക്ലോഷർ ഓർ നോട്ട് ഡിസ്ക്ലോഷർ കൺസേണിങ് ഈച്ച് ഐറ്റം ഓഫ് സ്പെസിഫിക് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ ജനറൽ മീറ്റിംഗ് വിൽ ബി എൻറ്റെയിൽ എവറി പ്രൊമോട്ടർ, ഡയറക്ടർ ആൻഡ് മാനേജറിയൽ പേഴ്സൺ എ ഫൈൻ വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ടു 50,000 rupees or 5 times of amount being accruing to such of any of his relatives whichever is small. ഇതിൻ്റെ അകത്ത് പറയുന്നത്, നമ്മൾ ഒരു കമ്പനി ഫോമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജനറൽ മീറ്റിംഗ് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫെയിലിയേഴ്സ് വരുത്തിയാൽ നമ്മുടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാണ്ട് അവർ പറയാണ്ടിരുന്ന് കഴിയണമെങ്കിൽ, അതായത് ജനറൽ മീറ്റിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ അൺഡിസ്ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ വരുത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 50,000 rupees കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എത്രയാണോ ഇരട്ടിയായിട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് ഏതാണോ കൂടുതൽ വരുന്നത് ആ എമൗണ്ട് ആയിരിക്കണം നമ്മൾ പേ ചെയ്യേണ്ടത്. ഇത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 102 സബ്സെക്ഷൻ 5 ഇത് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ കമ്പനി അൺറീസണബിളായിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ കോസസിനോ വേണ്ടിയിട്ടാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറ്റ് എ ടൈം ആ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ഓഡിറ്റേഴ്സ് ലിക്വിഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നതിൻ്റെ ഡ്യൂട്ടികൾ അവർ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ഫങ്ഷൻസും ഡ്യൂട്ടീസൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അതേപോലെ തന്നെ ഇംപ്രസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ 6 months ആവാം, അല്ലെങ്കിൽ 50,000 rupees ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ലാസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നതാണ്, ഇഫ് ദ പ്രൊമോട്ടർ എൻട്രസ് ഇൻ ടു ദ കോൺട്രാക്ട് on behalf of the company before it was actually incorporated, then the promoter shall be personally liable on non-fulfillment of contract unless it was rectified by the company after incorporation. അതായത് ഒരു പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിഹാഫായിട്ട് അയാൾ കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആ കമ്പനി കറക്റ്റായിട്ട്
പേഴ്സണലി അത് ഇൻകോപ്പറേറ്റഡ് ചെയ്തിട്ടുള്ളതല്ലേന്ന് പ്രൊമോട്ടർ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇപ്പോൾ അയാൾ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാത്ത കേസസിലാണെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് പേഴ്സണലി ലയബിളാണ്. കാരണം അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. സോ അയാൾ പേഴ്സണലി ലയബിളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ എടുക്കാം. താങ്ക് യു.